ഹലോ, നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെളുപ്പിനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സ്പോട്ടൊക്കെ എത്താറായി. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്പോട്ടിനകത്തേക്ക് 1.5 മണിക്കൂർ ട്രാവലാണ് കേട്ടോ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സ്പോട്ടിലൊക്കെ എത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മുടി വടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴനിയിലൊക്കെ പോയി മുടി വടിക്കാൻ പറ്റാത്തവർ തമിഴ്നാട് തിരുമലൈക്കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വന്ന് മുടിയൊക്കെ വടിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ തന്നെയാണ് വന്നത്. അങ്ങനെ ആദ്യം എൻ്റെ കുഞ്ഞിൻ്റെ മുടിയാണ് കേട്ടോ വടിച്ചത്. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ആളുടെ തലയിൽ ചൂടുകുരു വന്നത് നമ്മൾ അറിഞ്ഞില്ല. കഴുത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും തലയിൽ വന്നത് അറിഞ്ഞില്ല. അപ്പോൾ മുടി വടിച്ച സമയത്ത് കുരു പൊട്ടി ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്. എന്നാലും ആൾക്കത് അത്യാവശ്യം നല്ലപോലെ വേദന എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ തല വടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ മുടിയും വടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ മുടിയും വടിച്ചു. അവൻ ഭയങ്കര സീൻ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത് കേട്ടോ. കാരണം ആൾക്കൊരു ഇച്ചിരി വാശിയുള്ള കൂട്ടത്തിലാണ്. അപ്പം നല്ലപോലെ സീൻ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ അവനെ കൊണ്ടാണ് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര കാം ആൻഡ് കൂളായിട്ടിരുന്നു. അവസാനം ഒന്ന് ആയപ്പോഴാണ് കേട്ടോ ജസ്റ്റ് കരഞ്ഞത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ അച്ഛൻ്റെ മുടി വടിക്കണമായിരുന്നു, അതും വടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ നമ്മൾ കാറിലിരുന്ന് എല്ലാവരും കൂടിയാണ് കേട്ടോ കഴിച്ചത്. അത് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴിയിൽ ഇറങ്ങിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വീട്ടിലൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.